ആവശ്യമുള്ളപ്പോ ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പൊ നീ ഒന്ന് കിടക്കാൻ നോക്ക്. ഓക്കെ അച്ഛാ. പിന്നെ താങ്ക്സ്. എന്നേക്കാൾ കൂടുതൽ നന്ദിനിയെ പരിഗണിച്ച് അയാൾക്ക് ഫംഗ്ഷനിൽ കൃത്യമായൊരു സ്ഥാനം കൊടുത്തതിന് റിയലി 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 താങ്ക്സ്. ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. അച്ഛാ പിന്നെ അതെ, ഞാൻ പറഞ്ഞെന്തായാലും മറക്കണ്ട കേട്ടോ. ഇടി കിട്ടുവാണെങ്കിൽ ഒരു കോളിനപ്പുറം ഞാനുണ്ടാവും കേട്ടോ. ഇടി ചെല്ല് ചെല്ല്. നന്ദിനി, തനിക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? പ്രത്യേകിച്ച് എന്ത് സന്തോഷാ സാർ എനിക്ക്? സന്തോഷിക്കാൻ നിരവധി കാരണങ്ങളില്ലേ. അച്ഛന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്താൻ ആഗ്രഹിച്ചെല്ലാം തോറ്റില്ലേ? അവരില്ലാതെ അച്ഛൻ കേക്ക് കെട്ടിയതില്ലേ? വന്നവർക്ക് മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ താനാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? പിന്നെ നേട്ടം എനിക്കല്ലേ? സർ, അത് സാറിന്റെ തോന്നല. യതീന്ദ്രൻ സാർ കേക്ക് മുറിക്കുമ്പോ അടുത്ത് നിൽക്കേണ്ടിയിരുന്നത് പത്മ മാഡോ, ഇന്ദ്രജ മാഡവും വേദ മാഡോ ഒക്കെ. അക്കാര്യത്തില് എനിക്ക് ഒരിക്കലും സംശയമില്ല സർ. ഇതിപ്പോ എങ്ങു നിന്നോ വന്ന ഞാൻ അവരുടെ സന്തോഷം തട്ടിപ്പറിച്ച പോലെ ആയില്ലേ. എനിക്ക് അങ്ങനെ അവരെ തോൽപ്പിക്കാൻ താല്പര്യമില്ല. എടോ നന്ദിനി, താനായിട്ടൊന്നും ചെയ്തതല്ലോ. അവര് ചെയ്ത പ്രവൃത്തികൾ നല്ലതല്ലാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചടി കിട്ടിയതല്ലേ? എന്താ സർ ഈ അടിയും തിരിച്ചടിയൊക്കെ? ഈ കുടുംബത്തിനകത്ത് തന്നെ മത്സര എല്ലാ നേരവും. പിന്നെ എന്തിനാ അങ്ങനൊരു മത്സരം കാണാൻ ഇത്ര ആളുകളെയും വിളിച്ചു കൂട്ടുന്നേ? ആ വന്നുകൂടിയ ആളുകൾക്കിടയിൽ സാറിന്റെ കുടുംബത്തെക്കുറിച്ച് എന്തായിരിക്കും ചർച്ച? അവരാരും പുറത്തുപോയി പറയാൻ പോകുന്നത് പത്മ മാഡത്തിന്റെ അഹങ്കാരം എന്നല്ല, ഈ കുടുംബത്തിന്റെ തകർച്ച എന്നാ. അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ സർ. താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കില്ലേ? സാറിനിത് അമ്മയുടെ തോൽവി മാത്രമായിരിക്കും. പക്ഷെ ഒന്ന് നന്നായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇത് ഈ കുടുംബത്തിന്റെ തോൽവിയാ സർ. ഇങ്ങനൊന്നും ആ ചടങ്ങിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു. സാറിനെ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയില്ലായിരുന്നെങ്കിലേ അവരെല്ലാരും ഒന്നിച്ച് ഈ ചടങ്ങ് പൂർത്തിയായേനെ. ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വരാൻ താൻ ആഗ്രഹിച്ചില്ലേ? അച്ഛന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അടുത്ത് നിന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ നന്ദിനി? ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയും. യതീന്ദ്രൻ സാറിന്റെ പിറന്നാള് അടുത്തുനിന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സർ, അത് സത്യം. പക്ഷെ അത് ഈ രീതിയിലല്ല സർ. അമ്മയായിട്ടുള്ള പിണക്ക് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞ സാറ് കേൾക്കില്ല. പക്ഷെ ഒരപേക്ഷയുണ്ട്. അമ്മേ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്തുന്ന വിധത്തില് സാർ ഇനി പെരുമാറരുത്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയല്ലേ, സമൂഹത്തിൽ നല്ലൊരു വിലയുള്ള ഒരാളല്ലേ. വേണ്ട സർ, അടുക്കളക്കാരി നന്ദിനിക്ക് അപമാനം വലിയ ഭാരമല്ല. അതുപോലല്ല പത്മ മാഡത്തിന്. മകൻ എന്ന നിലയ്ക്ക് അത്രയെങ്കിലും സാറ് മനസ്സിലാക്കണം. സാർ കിടന്നോളൂ.